ഹായ്, എല്ലാവർക്കും മിജീസ് കിച്ചൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഞാൻ നിങ്ങളുടെ സ്വന്തം ചേച്ചിയാണ്. എൻ്റെ പ്രിയപ്പെട്ട ഓരോരുത്തർ സുഖമായിട്ടിരിക്കുന്നു. ദൈവം സഹായിച്ച് ഇവിടെ അങ്ങനെ സുഖമില്ല. പ്രൈസിന് കുറവുണ്ട്, പോളിനും കുറവുണ്ട്. അപ്പോൾ എനിക്കൊരു ത്രോട്ട് പെയിനും കോൾഡൊക്കെ ആയിട്ടുണ്ട്. അപ്പച്ചനും ചെറിയൊരു ചുമ. അപ്പച്ചനെന്ന് പറയുന്നത് ഇപ്പോൾ ഒരു 2-3 വർഷം കൊണ്ട് സെയിം ജൂൺ ജൂലൈയിലുണ്ട്. അത് ഞങ്ങൾ നോട്ട് ചെയ്യാൻ കാര്യം, ജൂലൈയിൽ പ്രൈസിൻ്റെ ബർത്ത്ഡേ സമയത്ത് മിക്കവാറും അപ്പച്ചന് വയ്യാഴിയായിരിക്കും. അപ്പച്ചന് വന്നാൽ ഞാൻ പറഞ്ഞിട്ടുണ്ട് വെച്ചുകൊണ്ടിരിക്കരുത്. ഉടനെ നമ്മൾ ഇപ്പോൾ എന്തെങ്കിലും അസുഖം വന്നാൽ നമ്മൾ വീട്ടിൽ ഒരു പാരാസിറ്റാമോളൊക്കെ ആദ്യം എടുത്ത് ട്രൈ ചെയ്യത്തില്ല. പക്ഷെ അപ്പച്ചന് അതൊക്കത്തില്ല. അപ്പച്ചനങ്ങ് പെട്ടെന്ന് കഫമൊക്കെ അങ്ങ് ആവും. അതുകൊണ്ട് പെട്ടെന്ന് കൊണ്ടുപോകാൻ അപ്പച്ചൻ പോകത്തില്ല. ഞാൻ പറഞ്ഞു അങ്ങനെ നിർബന്ധം പിടിക്കാതിരിക്കണം, പോയേ ഒക്കത്തുള്ളൂ. പ്രായം കൂടെ ആയില്ലേ. പിന്നെന്താ, ഇന്നലെ കമൻറ്റിൽ പറയുമായിരുന്നു പ്രൈസൻ എന്നോട് പേര് പറഞ്ഞതാണ്. എനിക്കങ്ങ് ഭയങ്കര മറവിയാട്ടോ ആ ഐഡിയയിലുള്ള. ഇന്നാൾ പേര് പറഞ്ഞ എൻ്റെ പേര് ഇങ്ങനെയാണ്. ഞാനങ്ങ് മറന്നു. സത്യം പറയാം, ഇപ്പം ഞാനിത് കുറേ നേരം കൊണ്ട് ചിന്തിക്കും എന്തുവാ പേര് മറന്നുപോയി. കമൻറ്റ് ഇതാ, ഇത്രയും നാളും പ്രൈസൻ ഉച്ചയ്ക്ക് പോയാൽ മതിയായിരുന്നല്ലേ. അപ്പോൾ ഇപ്പം പ്രൈസൻ്റെ ടൈം കണ്ടിട്ട് എല്ലാവരും പറയോ ഇതൊരു കഷ്ടം. സത്യം, രാവിലത്തെ ഇത് ഒരു വല്ലാത്ത ടൈമാണ്. അത് അവരുടെ സ്കൂളിൽ ഇപ്പോൾ ഈ ICSE കൂടെ വന്നത് കൊണ്ടുള്ള കുഴപ്പമാണ്. അപ്പോൾ അവർ ICSE പിള്ളേർക്ക് ഇത്തിരി ലേറ്റ് ടൈം, അതനുസരിച്ച് ടീച്ചർമാരൊക്കെ വേണ്ടേ. അതുകൊണ്ടാണ് ഇവരെ ഇത്ര നേരത്തെ ആക്കിയത്. പിന്നെന്തുവാ, ഇന്നും ചെറിയൊരു വീഡിയോ ആണ്. ഞാൻ പിന്നെ ലൈവിൻ്റെ കാര്യം ഞാൻ ഇന്നലെ കമ്മ്യൂണിറ്റി ഇട്ടായിരുന്നു. കുറേ പേര് മായ പറഞ്ഞു ചേച്ചി അറിഞ്ഞില്ലല്ലോ എന്ന്. അപ്പോൾ ഞാൻ അപ്പോൾ ഞാൻ ഇന്നലെ 3 മണിക്കാണ് വന്നത്. അപ്പോൾ ഇവിടെ നിന്ന് പോളും റേച്ചാനും പറയുകയും ചെയ്ത് എല്ലാവരും ഉറങ്ങുന്ന സമയമായിരിക്കും. പക്ഷെ നമുക്ക് ആ സമയത്തെ ഉള്ളു. രാവിലെ 2 മണി വരെ ഇവിടെ ഈ അനു വരുമ്പം തന്നെ മണി 2 ആവും. അതെല്ലാം കഴിഞ്ഞിട്ടല്ല നമുക്കൊന്ന് ഇരിക്കാൻ പറ്റൂ. അപ്പം ഞാൻ ഒരു 2:30 എങ്ങാണ്ട കമ്മ്യൂണിറ്റിയിൽ ഇട്ടേന്ന് തോന്നുന്നു. 3 മണിയാകുമ്പോൾ ലൈവിന് വരുമെന്ന് പറഞ്ഞു. കുറേ പേര് വന്നായിരുന്നു. ഒത്തിരി പേര് മെസ്സേജൊക്കെ ഇട്ടായിരുന്നു. സന്തോഷം. ഇനിയും വരാം കേട്ടോ. പിന്നെന്തുവാ പ്രൈസൻ, ഇങ്ങോട്ട് വന്നേ. സ്കൂളിലെ വിശേഷം ഒന്ന് പറഞ്ഞേ. സ്കൂളിലെ വിശേഷം നല്ലതാ. പിന്നെ ടീച്ചർമാരൊക്കെ നല്ല ടീച്ചർമാരാ. പുതിയ ടീച്ചർ ആരെങ്കിലും ഉണ്ടോ? നിന്നെ നേരത്തെ പഠിപ്പിക്കാത്ത ഏതെങ്കിലും ടീച്ചറുണ്ടോ? ഉണ്ടോ? നിന്റെ 4th സ്റ്റാൻഡേർഡിലെ ക്ലാസ് ടീച്ചറിൻ്റെ കൂട്ട് നല്ല ടീച്ചർ ആരെങ്കിലും ഉണ്ടോ? ആ ടീച്ചർ നല്ല ടീച്ചറായിരുന്നില്ലേ? പിന്നെ സ്ട്രിക്റ്റ് ആണോ എല്ലാവരും? നിന്റെ അടുത്ത് ആരാടാ ഇരിക്കുന്നേ? എത്ര പിന്നെ ബെഞ്ചിലാ നീ ഇരിക്കുന്നേ? ഏത് ബെഞ്ചിലാ? സെക്കൻഡില്. പിന്നെ പ്രത്യേകിച്ച് വിശേഷമൊന്നും ഇല്ലല്ലേ? ആ, ഓക്കെ. അപ്പം ഇന്ന് രാവിലെ മാഗി ഉണ്ടാക്കിയത്. സാറ്റർഡേ ദിവസത്തെ ഇത്. അപ്പം മാഗിയാണ് വെജിറ്റബിൾ ഇല്ലാതെ വേണ്ടിയവർക്ക് അങ്ങനെ ഉണ്ടാക്കി. ഇതിപ്പം വെജിറ്റബിളും ഇട്ടുണ്ടാക്കുന്നവർക്ക് അങ്ങനെ ഉണ്ടാക്കി. അപ്പോൾ ഇന്നത്തെ ദിവസം അവർക്ക് സന്തോഷമാണ്. അവർ ശനിയാഴ്ച ആവാനായിട്ട് നോക്കിയിരിക്കും. രാവിലത്തൊക്കെ കഴിഞ്ഞ് പിന്നെ അരി അടപ്പത്തിട്ടു. ഞാൻ ഇവിടെ അയമോദക വെള്ളം വെച്ചിട്ടുണ്ട്. തോരൻ ഇന്ന് ചെറുപയർ തോരൻ വെക്കാമെന്ന് വെച്ച്. പയർ വാങ്ങിച്ചിട്ട് കുറച്ച് ദിവസമായി, അത് ഇതുവരെ എടുത്തില്ല. അപ്പം ഇങ്ങനെ 2 പാക്കറ്റിലാണ് വന്നത്. ഒരു പാക്കറ്റിൻ്റെ പകുതി ഇന്നാളി എടുത്തായിരുന്നു. അപ്പം ഇന്ന് ചെറുപയർ തോരൻ വെക്കാമെന്ന് വെച്ച്. അപ്പം ഇത് നോക്കിയുണ്ടേ, ഈ ക്യാഷ്യൂനട്ട് കൊണ്ടുവന്നിട്ട് കുറച്ച് ദിവസം ആയായിരുന്നു. കുപ്പിയിലിട്ട് വെച്ചില്ലായിരുന്നു. കുറച്ചുള്ളൂ. ഇങ്ങനെ
ഇങ്ങനെ പീസാക്കി പൊളന്ന ഇതാ. അപ്പം അത് ഉള്ളത് ഡബ്ബയിലിട്ടിട്ട് ഇതിൻ്റെ ഒരു ഗുണമുണ്ട്, നമ്മൾ ഒന്ന് തിന്നാൽ പിന്നെ ഒന്നുകൂടെ തിന്നാൻ തോന്നും. അതാണ് കാഷ്യൂനട്ടിൻ്റെ കുഴപ്പം. ഇവന്മാർക്ക് കാഷ്യൂനട്ട് ഇഷ്ടമാണ്, പക്ഷേ ബദാം വാങ്ങിച്ചു വെച്ചാൽ അതങ്ങനെ ഇരിപ്പുണ്ട്. തറയിൽ പോയത് ഒരു കുഞ്ഞു പീസ് തറയിൽ പോയി, ഞാനത് കളഞ്ഞില്ല കേട്ടോ, അതെൻ്റെ വായിലോട്ടങ്ങ് ഇട്ട്. അപ്പം 3-4 ദിവസം കൊണ്ട് ഇവിടെ ഈ ഫ്രീസറിൻ്റെ അകത്ത് ഈ മീനിൻ്റെ ബ്ലഡൊക്കെ വീണായിരുന്നു. ഞാനൊരു പാത്രം വെച്ചിട്ടാണ്, ഒരു ട്രേ വെച്ചിട്ടാണ് വെക്കുന്നത്. എന്നാലും എനിക്ക് ഈ ബോക്സുകളിൽ ഇങ്ങനെ വെക്കാനാണെങ്കിൽ ഇത് ചെറിയ അതുകൊണ്ട് ബോക്സ് അങ്ങനെ ഇപ്പം ഈ അച്ചാറൊക്കെ ഇട്ടിട്ട് നമുക്ക് അതിൻ്റെ മീൻതലയൊക്കെ വരുവാണെങ്കിൽ കുറച്ച് കാണുമല്ലോ. അപ്പോൾ 1-2 ബോക്സ് വെക്കുമ്പോഴേ ഇതങ്ങ് നിറയും. അതുകൊണ്ട് ഞാനില്ലേ ഇപ്പം കവറിലാക്കിയിട്ട് ഇങ്ങനെ വെക്കുമ്പം എങ്ങനെയൊക്കെയാണെങ്കിലും ഇച്ചിരിച്ച ബ്ലഡ് അവിടെ വീഴും. അപ്പം ഇന്ന് ഇതെല്ലാം ഒന്ന് ക്ലീൻ ചെയ്യാമെന്നും പറഞ്ഞ് അങ്ങനെ ഇന്നാവട്ടെ നാളെ ആവട്ടെ എന്ന് പറഞ്ഞ് ഇരുന്നാൽ ഒക്കത്തില്ല. ഇന്ന് കണ്ണും പൂട്ടി അങ്ങ് അതെല്ലാം ഒന്ന് ക്ലീൻ ആക്കി എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇച്ചിരി കൂടെ വലിയതാണെങ്കിൽ ഇങ്ങനെ ഓരോ ബോക്സിലാക്കി നമുക്ക് വെക്കുമ്പം നമുക്കും സൗകര്യം ആവശ്യത്തിനുള്ളത് എടുത്താൽ മതി. അപ്പോൾ അത്രയും ബോക്സുകൾ വെക്കുമ്പോഴത്തേക്കിന് ഫ്രീസർ അങ്ങ് നിറയും. അതിൻ്റെ മുകളിൽ ഇച്ചിരി സ്ഥലമുണ്ട്, അവിടെ ഞാൻ ഈ നമ്മൾ ഈ നെയ്യ് ഉരുക്കാനുള്ള മലായിയും പാൽപ്പാടയൊക്കെ എടുത്ത് വെച്ചേക്കുക. ഫ്രിഡ്ജിൻ്റെ അകത്ത് പാൽപ്പാട് കാരണം ഒരു 2-3 ആഴ്ചയൊക്കെ ആയ പാൽപ്പാടയല്ലേ നമ്മൾ ഉരുക്കുന്നത്. അപ്പോൾ അത്രയും ദിവസത്തെ പാൽപ്പാട ഫ്രിഡ്ജിൽ വെക്കുകയാണെങ്കിൽ സ്മെല്ലെടുക്കും. ഫ്രീസറിലാകുമ്പം ആ സ്മെല്ല് വരത്തില്ല. അതുകൊണ്ട് അതൊക്കെ മേളിലാണ് വെക്കുന്നത്. സൈഡിലൊക്കെ ഈ ചിലപ്പം കാപ്പിപ്പൊടി, മസാലകൾ, പൊട്ടിച്ച മസാല അതൊക്കെയാണ് ഈ ഫ്രിഡ്ജിൻ്റെ ആ ഡോറിൻ്റെ അവിടെ വെക്കുന്നത്. അപ്പം ഞാൻ പയറിന് വേണ്ടി കുറച്ച് സവാള അരിഞ്ഞിട്ടുണ്ട്. അപ്പം വലിയ വെളുത്തുള്ളിയൊക്കെ ഇങ്ങനെ ഒന്ന് ചതച്ചെടുക്കുന്നുണ്ട്. ചെറുത് അങ്ങനെ അങ്ങിട്ട്. ദൈവമേ, ഇന്ന് ന്യൂസിൽ വെളിച്ചെണ്ണയുടെ വില കേട്ടിട്ട് കിലോ 400 രൂപയെന്നൊക്കെ പറയുന്നു. ഇന്നലെ ഞാൻ വാങ്ങിച്ച തേങ്ങ കുഞ്ഞൊരു തേങ്ങയാണ്. അത് ഈ ഒരു പയറ് തോരന് അത് തേങ്ങ എടുക്കുകയാണെങ്കിൽ പയറ് തോരനൊന്നും എടുക്കാനേ ഉള്ളൂ 45 രൂപ. നേരത്തെയൊക്കെ 30 രൂപയ്ക്ക് വലിയ തേങ്ങ കിട്ടുമായിരുന്നു. ഇപ്പം ഇനി ഈ കൂടിയതങ്ങ് കൂടുമായിരിക്കും, പിന്നെ കുറയുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ചിരട്ടയ്ക്ക് തന്നെ എന്താ വിലയാണ്. ഞങ്ങൾ നാട്ടിലുള്ളപ്പോഴേ ചിരട്ടയ്ക്ക് നല്ല വിലയായിരുന്നു. ഒരു സമയത്ത് തേങ്ങ വേണ്ടാതെ കളയുമായിരുന്നു. ഇപ്പം എന്നാണ്ട് അത് തിരിഞ്ഞു. മീനും ഇല്ലല്ലോ ഇപ്പം. അപ്പോൾ ഇന്നലെ റയിച്ച മീൻ അവിടെ മേളിൽ നോക്കാൻ പോകണ്ടേ, കുഞ്ഞ് അയലേന്ന് പറയുന്നു 6 എണ്ണം 100 രൂപ. ഞാൻ പറഞ്ഞു പിന്നെ പീസാക്കാനും പറ്റത്തില്ലെന്ന് പറഞ്ഞ്, അതുപോലുള്ള ചെറുതാണ്. ഞാൻ പറഞ്ഞു എന്നാൽ വേണ്ട, അതിൻ്റെ കൂടെ കുറച്ചുകൂടെ പൈസ ഇട്ട് 1 കിലോ ചിക്കൻ വാങ്ങിക്കാം. ചിക്കൻ ഈ പിള്ളേർക്കും ഇഷ്ടമാണ്. മീൻകറി ആണെങ്കിൽ റീച്ചാൻ കൂട്ടത്തില്ല, ഡാഡിയും ചിലപ്പോഴേ കൂട്ടത്തുള്ളൂ. അപ്പം ഞാൻ പയറുതോര ഇന്ന് വേവിച്ചത്. എൻ്റെ പയറുതോര ഇത്തിരി വെന്ത് പോയി. അങ്ങനെ അങ്ങ് വേവുന്നത് അത്ര നല്ലത്. ഞാനത് ഇച്ചിരി കൂടെ വെള്ളം കുറച്ചിട്ട് വെക്കുമായിരുന്നെങ്കിൽ കുഴപ്പമില്ലായിരുന്നു. വെള്ളം കറക്റ്റായിരുന്നു, ഇച്ചിരി കൂടെ കൂടുതലായിരുന്നു. അപ്പോൾ അതങ്ങ് വിസിൽ വന്നിട്ട് ഞാൻ അല്ലാതെ വെള്ളം ഇച്ചിരി കുറഞ്ഞിരിക്കുവാണെങ്കിൽ അതുപോലെ ഒരു വിസിൽ വന്നിട്ട് കുറച്ച് നേരം കഴിഞ്ഞ് തുറന്ന് വിട്ടാലും അതിന് കുഴപ്പമൊന്നുമില്ല. പക്ഷേ ഇത് ഇച്ചിരി വെള്ളം കൂടുതലായിരുന്നു. അതുകൊണ്ട് പക്ഷേ വെള്ളമെല്ലാം എടുത്തപ്പം വറ്റിയായിരുന്നു, പക്ഷേ അതങ്ങ് വെന്ത് പോയി. മോര് കറി ഇരിപ്പുണ്ട്. അപ്പോൾ ഉണക്കമീനുണ്ടല്ലേ, അതൊന്ന് വറക്കാമെന്ന് വെച്ച്. പിന്നെ ഇന്നലെ ഞാൻ മാങ്ങാ ചമ്മന്തി കാണിച്ചതുകൊണ്ട് പിന്നെ ഇന്ന് കാണിച്ചില്ല. ഇന്ന് എനിക്ക് പയറ് തോരനും ഉണക്കമീൻ വറുത്തതും മാങ്ങാ ചമ്മന്തിയും കൂടെ. മോര് കറി അവർക്കൊക്കെ ഇഷ്ടമാണ്, ഞാൻ എടുക്കാൻ പോയില്ല. ഇത് ചമ്മന്തി ഇതുകൂടെ ആകുമ്പം നല്ല അടിപൊളി കോമ്പിനേഷനല്ലേ. അപ്പോൾ ഒരു ഇച്ചിരി മുളക് പൊടി ചേർത്തിട്ടുണ്ട്, ഒന്ന് മീനിൻ്റെ അകത്തൊന്ന് പുരട്ടിയിട്ടുണ്ട്. അപ്പോൾ എന്നും അമ്മ ഫോൺ ചെയ്യുമല്ലേ, അപ്പം ചോദിക്കും ഇന്നെന്തോ വെച്ചെന്നൊക്കെ ചോദിക്കുമല്ലേ. ഞാൻ പറഞ്ഞു ഇന്ന് ഉണക്കമീൻ വറുത്തെന്ന് പറഞ്ഞാൽ എൻ്റെ അടുത്ത് പറഞ്ഞു, ഒരെണ്ണേ തിന്നാവേ മക്കളെ, പ്രഷറൊക്കെ വരുവേ. അപ്പം നാട്ടിലാണെങ്കിലും അമ്മ പണ്ടൊക്കെ ആണെങ്കിലും നമ്മൾ എത്ര ഉണക്കമീനൊക്കെ തിന്നും. ഇപ്പോഴാണെങ്കിൽ അമ്മ അങ്ങനെ തരത്തേ ഇല്ല. അമ്മ ഇങ്ങനെ പ്രഷറില്ല, എന്നാലും അമ്മയുടെ ഒരു തിങ്കിങ് ചോറിൻ്റെ അകത്തൊക്കെ ഉടച്ച് തിന്നണേ, അങ്ങനെ തിന്നണേ, ഇങ്ങനെ തിന്നും. ഞാൻ 2 എണ്ണം തിന്ന് എന്തുവാന്നേലും. ബെല്ലടിച്ച് പോൾമോനാണെന്ന് തോന്നുന്നു. പോയി ഞാൻ ഒന്ന് തുറന്നിട്ട് വരട്ടെ. ഇപ്പം പോയതാ.
ये प्रेसम का है लस्सी का എന്താ സമോസയോ क्या बोला सीधा സൺഡേ സ്കൂളിൻ്റെ ऊपर ഹിന്ദി മാത്രമേ പഠിച്ചുള്ളൂ ബാക്കി EVS എന്ത് ചെയ്യും ഈ ഹാൻഡ് റൈറ്റിങ് പിന്നെയും കുഴപ്പമില്ല ഇതുപോലെ ചെയ്ത് മുന്നോട്ടും പോണേ ഒരു ചാപ്റ്ററേ ഉള്ളൂ പിന്നെ 1 2 3 മെസ്സേജ് വന്നതോ 1 മിനിറ്റ് വോമിറ്റാണോ EVS കൂടെ എടുത്തോണ്ടോ നിന്റെ കണ്ണിൻ്റെ താഴെ കറുത്തിരിക്കുന്ന ഉറക്കത്തിൻ്റെ ഇതായിരിക്കും ഉറക്കം ശരിക്കും കിട്ടാത്തതുകൊണ്ടായിരിക്കും ഇവിടെ വെക്ക് ഞാനത് ചോദിക്കാൻ പോവാ എവിടെ ഓടുന്നു വർക്ക് ബുക്ക് ഇല്ലേ അതായത് ബുക്ക് ഉണ്ടാക്കണ്ടേ EVSന് ബുക്ക് ഉണ്ടാക്കണ്ടേ EVS എവിടെ എഴുതാൻ പറഞ്ഞു ഏത് എഴുതാൻ പറഞ്ഞടാ ടീച്ചർ അത് നോട്ട് ബുക്കിൽ എഴുതണ്ടേ नोटबुक वाला ना हाँ ये तो इधर है പതുക്കെ പേപ്പർ എടുക്ക് പട്ടോ എടുക്കാതെ അത് കീറി പോത്തില്ലേ ഇതെന്തോ എഴുതി വെക്കുന്നേ 5 times in class 5 times in book homework എന്നിട്ട് നീ എഴുതിയോ അത് अरे वीडियो क्या ले रही हो എന്താ നീ എഴുതിയോ ഇത് रुकना हो जाएगा ഹോ ജായക ഇപ്പൊ കണ്ടോ ഇവനോട് ഞാൻ വന്നെന്നെ ചോദിച്ചു എടാ എന്തോ പഠിപ്പിച്ചെന്ന് പറഞ്ഞാൽ ഒന്നും പഠിപ്പിച്ചില്ല രാവിലെ തൊട്ട് അവൻ വെറുതെ ഉച്ചയ്ക്ക് അവിടെ വരെ ഇരിക്കുക ഇപ്പൊ ബുക്ക് എടുത്ത് നോക്കിയപ്പോഴല്ലേ അറിഞ്ഞേക്കുന്ന അവിടെ എഴുതിയേക്കുന്ന 5 times എഴുതുന്നു ये नहीं लिखना है ये बस कॉन्सेप्ट है ये जो मैंने बाकी नीचे इसके नीचे अंडरलाइन किया था वो सब लिखना है എടോ നിനക്ക് നേരത്തെ കിടക്കുകയും വേണം ഇപ്പൊ മണി 7 ആകാറായി 7 ആയി और बच्चे का खेल है ആ ആ 1 മിനിറ്റിന്റെ അകത്ത് കോപ്പി അടിക്കാൻ എടുക്കനാ और क्या इजी है कॉपी तो ഞാനിപ്പോ ഹിന്ദി ചോദിക്കുമല്ലോ അപ്പൊ നീ ഇതപ്പോ ചെയ്യുമെന്നാണ് നിന്നെ ഞാൻ ട്യൂഷൻ വിടും ഇങ്ങനാണെങ്കിൽ അപ്പോൾ ഇത് ചർച്ചിലെ ഒരു പയ്യൻ വിളിച്ചായിരുന്നു സ്റ്റേഷൻ്റെ അവിടെ ചെല്ല് സൺഡേ സ്കൂളിൻ്റെ ബുക്ക് പ്രൈസമ്മോൻ്റെയും വേറൊരു കൊച്ചിൻ്റെയും ബുക്ക് തന്നു വിടാൻ അപ്പം വന്ന വഴിക്ക് പ്രൈസമ്മോന് ബുക്കൊക്കെ വേണമായിരുന്നു അത് വിളിച്ച് അച്ചാച്ചനോട് വീഡിയോ കോൾ ചെയ്തിട്ട് പറഞ്ഞ് എനിക്ക് ഇന്ന ബുക്കുകൾ വേണമെന്ന് സ്കൂളിൽ ബുക്കുകളൊന്നും ടീച്ചർമാർ എത്ര പേജിൻ്റെ വേണമെന്ന് പറഞ്ഞിട്ടല്ല നമുക്ക് വാങ്ങിക്കാൻ നോക്കൂ അങ്ങനെ അതൊക്കെ വാങ്ങിച്ചുകൊണ്ട് വന്നു അപ്പോൾ പോകാൻ നേരം എൻ്റെ കയ്യിൽ നിന്ന് 100 രൂപ വാങ്ങിച്ചുകൊണ്ടാണ് പോയത് സമോസ വാങ്ങിക്കാൻ അപ്പോൾ സമോസയൊക്കെ വാങ്ങിച്ചുകൊണ്ട് വന്നതാണ് ബാക്കി പൈസയും കൊണ്ട് തന്നു അപ്പോൾ ഇന്നത്തെ വീഡിയോയിലെ വിശേഷങ്ങൾ ഇതൊക്കെയായിരുന്നു വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യണേ അതുപോലെ നിങ്ങളുടെ അഭിപ്രായം കമൻറ്റിൽ കൂടെ അറിയിക്കണേ സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും വീഡിയോ കാണുന്നുണ്ടെങ്കിൽ വീഡിയോ ഇഷ്ടമായി വീണ്ടും ചാനൽ കാണണമെന്ന് ആഗ്രഹം ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് ബെല്ലേക്ക് ബട്ടൺ കൂടെ പ്രസ് ചെയ്യുകയാണെങ്കിൽ ഓൾ എന്നൊരു ഓപ്ഷൻ വരും അതുകൂടെ പ്രസ് ചെയ്യുകയാണെങ്കിൽ ഞാനെന്ന വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് എന്നും വരുന്നതായിരിക്കും ഇനിയൊരു പുതിയ വീഡിയോയുമായി വരും വരെ ബൈ ഗോഡ് ബ്ലെസ് യു ഓൾ താങ്ക് യു ടേക്ക് കെയർ ബൈ സീ യു